കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏതാണ്ട് 3 ആഴ്ചയിലേറെയായി ഈ വാർത്തയുടെ പിറകെ തന്നെയാണ് ന്യൂസ് 18 വാർത്താ സംഘം. ധർമ്മസ്ഥലയിൽ നിഗൂഢ രഹസ്യങ്ങൾ കുഴിച്ചുമൂടിയ ആ മണ്ണിലേക്ക് ന്യൂസ് 18 സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബലാത്സംഗത്തിനിരയായി 100ഓളം പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചുമൂടിയെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വനപ്രദേശത്തു നിന്ന് KV ബൈജു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ആദ്യം കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിലെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലത്താണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലം. വലിയ തോതിൽ കാടുകൾ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 100ഓളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹ അവശിഷ്ടവും ഇവിടെ നിന്നാണ് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരുപാട് പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുണ്ടായ ആ സ്ഥലം ന്യൂസ് 18 സംഘം ഇപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥലം ഇത് കുഴിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ നിരന്തരം പറയുന്നത്. കോടതി പോലും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടും ഈ സ്ഥലത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഈ രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരുപാട് മൺകൂരകൾ പോലെയൊക്കെ രൂപപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഒരു സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്റർ കൂടിയായ മനാഫ് കൂടി ചേരുന്നു. മനാഫ്, ഇവിടെ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ന്യൂസ് 18 ആണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇതാണ് ഇവിടാണ് ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചിട്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളി ഭീമൻ്റെ വെളിപ്പെടുത്തൽ. ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഈ തോട് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം കാണാം. അപ്പം ഇതന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നത്. അതായത് ഇവിടെ ഇത്രയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും പോലീസിൻ്റെ ഒരു സംവിധാനം, ഒരു സംവിധാനവും ഇവിടെ ഇല്ല. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തെളിവുകളൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഒറ്റ സമാധാനമുള്ളൂ, ഇത് കുഴിച്ചിട്ടത് അറിയുന്നു. ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ്, ഒരു സംശയമില്ല. റിസ്ക് ആണ്. പിന്നെ നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന ആള്, ഈ വിഷയങ്ങൾ പുറലോകത്തേക്ക് കൊണ്ടുവരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത്. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളോട്ടേക്ക് അന്ന് നമ്മൾ നടന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ നടന്നു പോയാൽ അവിടെ ആണുള്ളത്. പല സ്ഥലത്തും അടയാളങ്ങൾ ഉണ്ട്. അതിപ്പോൾ ഒരു 11 കൊല്ലം പഴക്കമുള്ള അടയാളങ്ങളാണ് അയാളത്. ഇതാണ് ശുചീകരണ തൊഴിലാളിക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണ് മൃതദേഹം അടക്കം ചെയ്തത്? തീർച്ചയായിട്ടും അയാൾക്ക് ഈ മരങ്ങളിലും ഈ ഓരോ മരത്തിനും ഒക്കെ ഓരോ അടയാളങ്ങളുണ്ട്. അത് പ്രകാരം ഇവിടെ തന്നെ ചില സ്ഥലത്തൊക്കെ വസ്ത്രങ്ങൾ മരത്തിന് കെട്ടിയിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടയാളങ്ങളും ഇതൊക്കെ ഉണ്ട്. നമ്മൾ അയാൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ. ഈ സ്ഥലം കൃത്യമായി കളച്ച് പരിശോധിക്കുക, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലേ? അതെ അതെ, അത് സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ദുരൂഹതക്ക് മറനീങ്ങി പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും അനന്യ ഭട്ടിൻ്റേത് ഉൾപ്പെടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് അവർ കുടുംബം പോലും വിശ്വസിക്കുന്നത്. ഇവിടെ അധികം ദൂരം നമ്മൾ ഇതിലെ അകത്തേക്ക് നടക്കുന്നില്ല. കാരണം ഒരു പക്ഷേ ആ മൃതദേഹത്തിൽ ചവിട്ടിയായിരിക്കും നമ്മൾ ഈ പ്രദേശത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും 100 മൃതദേഹങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടത് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശമാണ് പരിശോധിക്കേണ്ടത്. ഇവിടുന്ന് മുതൽ ഒരു ഏക്കറോളം സ്ഥലങ്ങളാണ്. ഇത് വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കൃത്യമായി പരിശോധിക്കുന്നത്. ഇവർ പരിശോധിച്ചാൽ പല തെളിവുകളും ഞെട്ടുന്ന മണ്ണിൽ മൂടപ്പെട്ട നിരവധി രഹസ്യങ്ങൾ പുറത്തു വരും. അതുതന്നെയാണ് നിരന്തരം ന്യൂസ് 18 ആവശ്യപ്പെടുന്നത്, ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം കൂടുതൽ ഇവിടെ ചവിട്ടി ഇങ്ങനെ പോകുന്നത് അത് സങ്കടകരമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സുരക്ഷ പോലും ഒരുക്കിയിട്ടില്ല. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തിയ സ്ഥലം. ഇതിന് കുറച്ച് മുകളിലാണ്. അപകടകരമായ അങ്ങേയറ്റം ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടു പോകാവുന്ന ഒരു പ്രദേശമാണ്.
ഒരുപാട് ആളുകൾ നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണിക്കണം എന്ന് നേരത്തെ തന്നെ കരുതിയതാണ്. എന്ത് റിസ്ക് എടുത്താലും ഒരുപാട് ആളുകളുടെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന ഡീസൽ ഒഴിച്ച് കത്തിച്ചെന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. കനത്ത മഴയാണ് ഇവിടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മഴയെ പോലും വകവെക്കാതെ മഴയെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഈ മണ്ണിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ നടന്ന് ഈ ഭാഗത്തുകൂടി നടന്ന് പോകുന്നതിൽ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശമാകെ ഒരു കിളച്ച് പരിശോധിക്കേണ്ട പറഞ്ഞ പ്രദേശമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തി അഭിഭാഷകർക്കൊപ്പം എത്തി ഇത്തരത്തിൽ 1 മണിക്കൂറോളം കാത്തുനിന്ന് പോലീസ് വരാത്തതോട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി ഒരു ചാനൽ ഈ സ്ഥലത്തെത്തുന്നു. നിബിഡ വനമാണ് ഇവിടെ. ഇതിന് അകത്തോട്ട് വലിയ തോതിൽ വനമുണ്ട്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഈ തുടക്കത്തിൽ തന്നെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഈ തലയോട്ടി കണ്ടെത്തിയത് ഇവിടെ നിന്നാണ്. ആ തലയോട്ടി ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കാണ് അയച്ചിട്ടുണ്ട്. എന്തായാലും മഴ കൂടി വരികയാണ്. ഈ പ്രദേശം പ്രേക്ഷകർക്കൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഈ പ്രദേശം കിളച്ച് പരിശോധിച്ചാൽ ധർമ്മസ്ഥലയിലെ പല മൂടപ്പെട്ട രഹസ്യങ്ങളും പുറത്തു വരും. എന്തായാലും നമുക്കിവിടെ നിൽക്കുമ്പോൾ വൈകാരികമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഒരുപാട് പേർ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ മൃഗീയമായി ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയ ഒരുപാട് പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഏതായാലും നമ്മളും നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് ഇത്രയും ഈ ഒരു സുരക്ഷ പോലും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ദൃശ്യമെടുക്കാൻ ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് ഇങ്ങനൊരു ദൃശ്യം എടുക്കാൻ ഇവിടെ എത്തിയതും. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, News 18.